ശബരിമലയിലെ കഠിനമായ മലകയറ്റത്തിനിടയിൽ തീർത്ഥാടകർക്ക് ആശ്വാസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുന്ന ചുക്കുവെള്ളം. സന്നിധാനം ലക്ഷ്യമാക്കി ശരണം വിളിച്ചെന്ന അയ്യപ്പന്മാർക്ക് ഈ വെള്ളം കുടിച്ചാൽ പിന്നെ ക്ഷീണമൊക്കെ പമ്പ കടക്കും. ഔഷധക്കൂട്ടുകൾ പലതും ചേർത്ത ആ കുടിവെള്ളം തയ്യാറാക്കുന്നത് എങ്ങനെ എന്നറിയണ്ടേ? അതൊന്ന് കണ്ടുവരാം. പമ്പ കടന്നാൽ കരിമല, പിന്നെ നീലിമല, അപ്പാച്ചിമേടും ശരംകുത്തിയും കടന്നു വേണം സന്നിധാനത്തെത്താൻ. മല കയറി തുടങ്ങിയാൽ ക്ഷീണം കലശലാകും, പരദാഹമെടുക്കും, അല്പം വെള്ളമാകും ആഗ്രഹം. കയറ്റത്തിന്റെ ഓരോ നിശ്ചിത ഇടങ്ങളിലും വെള്ളവുമായി ദേവസ്വം ബോർഡിന്റെ കരുതലുണ്ട്. അതും നല്ല ഇളം ചൂടിലുള്ള ഔഷധ കുടിവെള്ളം. நல்ல ஒரு பீட் ஆகுது, நல்லா இருக்கு. இதை குடிக்கிறதுனால கொஞ்சம் நடக்க முடியுது கண்டிப்பா. நல்லா இருக்கு சாமி, தண்ணி ரொம்ப நல்லா இருக்குது. ஏற்பாடெல்லாம் பண்ணியிருக்காங்க, பரவாயில்ல சாமி. ഈ പൈപ്പുകളിൽ ഔഷധ കുടിവെള്ളം എത്തുന്നത് എങ്ങനെയെന്ന ഇനി കാണാം. ശരംകുത്തിക്ക് സമീപമാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഔഷധക്കൂട്ടുകൾ ചേർത്ത വെള്ളം 5000 ലിറ്ററിന്റെ 2 ബോയിലറുകളിൽ തിളപ്പിക്കും. തുടർന്ന് 3 ബോയിലറുകളിലേക്ക് മാറ്റി ഓരോയിടത്തും പൈപ്പ് വഴി വെള്ളം എത്തിക്കും. ഇത് രാമച്ചം 13 ചുക്ക് 1.25 കിലോ വെച്ച് ഇത് ഇതിനകത്ത് കെട്ടി ഇറക്കിയിട്ട് 1 മണിക്കൂർ വെള്ളം തിളച്ച് ഇത് മാറ്റി കഴിയുമ്പോൾ അടുത്ത നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത് മാറ്റിയിട്ട് വീണ്ടും പുതിയത് കെട്ടി ഇതിനകത്ത് ഇടുക. ഓരോ മണിക്കൂർ മാറ്റിക്കൊണ്ടിരിക്കും. 2023 മുതലാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഭക്തർക്കായി 24 മണിക്കൂറും കുടിവെള്ളം ലഭിക്കുന്ന പൈപ്പുകൾ പമ്പ മുതൽ സന്നിധാനം വരെ സജ്ജമാക്കിയത്. തിരക്കനുസരിച്ച് 10,000 മുതൽ 20,000 ലിറ്റർ വരെ കുടിവെള്ളം ദിവസവും വിതരണം ചെയ്യുന്നുണ്ട്. നിരയിൽ നിൽക്കുന്നവർക്ക് ചൂട് ഔഷധവെള്ളത്തിനൊപ്പം ബിസ്ക്കറ്റും വിതരണം ചെയ്യുന്നു. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.